സിറോ മലബാർ സഭയിൽ മാത്രമല്ല കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മേലും സൂപ്പർ മെത്രാപ്പൊലീത്ത ചമയുവാൻ ശ്രമിക്കുന്ന മാർ പാംപ്ലാനിയുടെ പ്രവർത്തനത്തെ കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഗൗരവമായി തന്നെ കാണണം. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടന്നതിന്റെ ഒരു ഘട്ടത്തിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ സീറോ മലബാർ സഭയിലെ സ്ഥിരം സുനഹദോസ് അംഗങ്ങളായും സ്ഥിരം സുനഹദോസിലെ ക്ഷണിതാക്കളായ പിതാക്കന്മാരെയും ചേർത്ത് 9 പേരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു മാർ പാംപ്ലാനി. വിശ്വാസികളുമായി സംസാരിക്കാൻ എന്ന തരത്തിൽ അത്തരം യോഗം വിളിച്ചു ചേർക്കുവാൻ നേതൃത്വം വഹിച്ചത് സീറോ മലബാർ സഭയുടെ കൂരിയ ചാൻസലർ ഫാദർ അബ്രഹാം കാവൽപുരയുടേതായി. പാംപ്ലാനി പിതാവിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ആ യോഗത്തിൽ വിശ്വാസികൾ അവരുടെ നിലപാട് പറഞ്ഞ് പുറത്തു പോയതിനു ശേഷം പിതാക്കന്മാരുടെ യോഗത്തിൽ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായിട്ടാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യോഗം നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ തന്നെ എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കലിലാക്കി പങ്കെടുപ്പിച്ചുകൊണ്ട് സഭാവിരുദ്ധരുടെ യോഗം നടത്തുകയും അതിന്റെ അധ്യക്ഷ സ്ഥാനം തന്നെ അലങ്കരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിനെയും പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷനെയും അപമാനിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തതും കാനൂനികമായി നിലനിൽക്കുന്ന യോഗമെന്ന് പിതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച ശേഷം സഭാ നടപടികൾക്ക് വിധേയരായവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും പിതാക്കന്മാരോട് പറഞ്ഞ കാനൂനിക സമിതിയിൽ പങ്കെടുക്കാൻ യോഗ്യതയുണ്ടായിരുന്ന ഏക വൈദികനെ പുറത്താക്കുകയും ചെയ്തതിൽ പിതാക്കന്മാർ പ്രതിഷേധത്തിലാണ്. മാത്രമല്ല സഭാവിരുദ്ധ യോഗത്തിനെതിരെ പ്രാർത്ഥിക്കുവാനായി സംഘടിച്ച ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് ലാത്തി ചാർജ് നടത്തുകയും അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത നടപടിയിൽ പിതാക്കന്മാർക്ക് അതിയായ ഖേദമുണ്ട്. ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ സൂപ്പർ മെത്രാപ്പൊലീത്തയുടെ പ്രവർത്തനവും പ്രതിഷേധാർഹമാണ്. സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കലിലാക്കുന്ന പാംപ്ലാനി തരത്തിന് അറുതിയില്ലേ? സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച മെത്രാൻമാരിൽ മുൻപനായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി പിതാവ് എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ധാരണയുണ്ടായിരുന്ന മെത്രാനെ ചില തീവ്രവാദികളെ ഉപയോഗിച്ച് വിരട്ടി മാറ്റിച്ചുവെന്നത് ചരിത്രമാണ്. സീറോ മലബാർ സഭയുടെ കൂരിയായിൽ ജോലി ചെയ്യുന്ന അഥവാ സഭയുടെ ചാൻസലർ ആയിരിക്കുന്ന ഫാദർ അബ്രഹാം കാവൽപുരയുടെ മെത്രാൻ കുപ്പായ സ്ഥാനലബ്ധിക്ക് വേണ്ടിയും സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ അട്ടിമറിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തടങ്കലിലാക്കിയിരിക്കുകയാണ്. ജൂൺ 5 എറണാകുളം ബിഷപ്പ് ഹൌസിൽ ചേർന്ന വിമത വൈദികരുടെ യോഗത്തിലേക്ക് ആ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച മാർ ജോസഫ് പാംപ്ലാനി പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ കൊണ്ടിരുത്തിക്കൊണ്ട് അഥവാ അദ്ദേഹത്തെ മറയാക്കിക്കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ വിമത വൈദികരുടെ ഇടയിൽ ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് സ്വബോധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്നും മാധ്യമങ്ങളിൽ ചിലരോട് വിളിച്ചു പറഞ്ഞത് പാംപ്ലാനി പിതാവ് മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നപ്പോൾ നിയമിച്ച കണ്ണൂർക്കാരനായ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ആണെന്നത് കൂടി ഓർക്കണം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ സഭയുടെ കൂരിയായിൽ ജോലി ചെയ്തിരുന്ന വൈദികരെ ഉപയോഗിച്ച് തടങ്കലിലാക്കിയാണ് മാർ പാംപ്ലാനി പിതാവ് സൂപ്പർ മെത്രാപ്പൊലീത്ത ചമയിൽ തുടരുന്നത്. സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുടെ സൂപ്പർ മെത്രാപ്പൊലീത്ത ചമയിലിന്റെ ചരിത്രം തുടരുമ്പോൾ മാർ പാംപ്ലാനി സഭയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ധിക്കാരമാണ് തുടരുന്നതെന്ന് പറയാതെ വയ്യ.